നമസ്കാരം. കിസാൻ കൃഷിദീപത്തിൻ്റെ പുതിയൊരു തളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നായ്ക്കൾ എന്നും സ്നേഹമുള്ള കൂട്ടുകാരാണ്. ആരൊക്കെ എത്രയൊക്കെ ശല്യക്കാരായി അവരെ വ്യാഖ്യാനിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഉപാധിരഹിതമായ സ്നേഹമുള്ള ഇക്കൂട്ടരുടെ ആരാധകർ ഏറെയുണ്ട്. നായ്ക്കളും വിപണി പിടിക്കുന്ന സംരംഭങ്ങളായി മാറുന്നതും അങ്ങനെയാണ്. നല്ല സ്റ്റഡ് നായ്ക്കളെ വളർത്തി നല്ല നായ്ക്കുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് അവയ്ക്ക് നല്ല പരിശീലനം നൽകി ചുണക്കുട്ടന്മാരാക്കുവാൻ ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് കൃഷിദീപം ഇന്ന് പറയുന്നത്. പാലാ മേവിടയിൽ പൂത്തോട്ടത്തിൽ വീട്ടിൽ വന്നാൽ ശ്വാനന്മാരുടെ ഈ കൂടാരം കാണാം. അവയ്ക്കായി ജീവിതത്തിൻ്റെ വസന്തം നൽകുന്ന സാജൻ എന്ന ചെറുപ്പക്കാരനെയും. അപ്പോൾ പാലായ്ക്ക് പോകാം അല്ലേ? ഈ ഭൂമിക കണ്ടാൽ ഏത് ആകാശവും പറയും ഇത് പാലാ ആണെന്ന്. പാലായുടെ കീർത്തിക്ക് പലതുണ്ട് വകയെങ്കിലും പാലായെ ഇന്ന് കാണുന്ന പാലായാക്കിയത് ഈ പാലാണ്. കർഷകരുടെ നെഞ്ചിൽ വെൺമുത്തായി വീണിരുന്ന റബ്ബർ പാൽ ഇന്ന് പക്ഷേ കണ്ണീരാണ്. വെട്ടും കടും വെട്ടും കണ്ട മരങ്ങൾ അത്രയും റബ്ബർ കത്തിയുടെ മർമ്മരത്തിനായി കൊതിക്കുന്നുണ്ടാവും. പുലരിയിൽ മഞ്ഞേറ്റു വീണിരുന്ന ആ മുറിവിന് ഒരു സുഖമുണ്ടായിരുന്നുവെന്ന് മരങ്ങൾ പറയുന്നുവോ ആവോ. പാലായുടെ വരാൻ പോകുന്ന പരിഭവങ്ങൾ ഒരു ദശാബ്ദം മുമ്പേ അറിഞ്ഞ ഒരു ചെറുപ്പക്കാരനുണ്ട്, സാജൻ. ഛായാഗ്രാഹക കല അനുഗ്രഹം ചൊരിഞ്ഞ 39കാരൻ. അരുമകളുടെ അനിതര സുന്ദരമായ ലോകത്തേക്കായിരുന്നു യാത്ര. അതിരുകളില്ലാത്ത സ്നേഹത്തിനു വേണ്ടിയുള്ള അന്വേഷണം തന്നെയായിരുന്നു അത്. നായ്ക്കളും നായ്ക്കുട്ടികളുമൊക്കെ സാജന്റെ ഹൃദയത്തിൽ ഇടം നേടിയപ്പോൾ അവ ജീവിത വിശ്വാസത്തിന്റെ സ്വയം തീർത്ത ചക്രവാളങ്ങളായി തീർന്നു. പാലാ മേവിടയിലെത്തിയപ്പോൾ റബ്ബർ മരങ്ങളുടെ ചില്ലകളിൽ നിന്ന് മഞ്ഞ് മാഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇലപൊഴിഞ്ഞ നടപ്പാതകളിലൂടെ സാജനോടൊപ്പം നടന്നു. നേരെ K9 എന്ന് സാജൻ തന്നെ പേരിട്ട സ്വന്തം നായ്ക്കൂടാരത്തിലേക്ക്. ഒന്നേ പറയാനുള്ളൂ, ഇയാൾ ഉണരുന്നതും ഉറങ്ങുന്നതും അരുമകൾക്കു വേണ്ടിയാണ്. ലോകത്തിൻ്റെ മറ്റു വിശേഷങ്ങൾ പറയാൻ സാജനില്ല. പിറക്കാൻ പോകുന്ന 1000 നായ്ക്കുട്ടികൾക്ക് നേരത്തെ സൃഷ്ടിച്ചുവച്ച യജമാനെ പോലെയാണ് താനെന്ന് പറയാതെ പറഞ്ഞു. K9 കെനൽ വിശാലമായ റബ്ബർ തോപ്പിന്റെ നടുവിലാണ്. ലോകത്തുള്ള എല്ലാ നായ് ജനുസുകളെയും സ്വന്തമാക്കണമെന്ന് തുടങ്ങുമ്പോഴേ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൗകര്യങ്ങൾ ഒട്ടും കുറച്ചില്ല. തണൽ മരങ്ങൾക്ക് താഴെ ഓരം ചേർന്ന് നീളത്തിൽ 5 ഡസനോളം കൂടുകൾ തീർത്തു. ഓരോരുത്തർക്കും ഓരോ ക്യാബിൻ. അവയോരോന്നും GI ഗേറ്റുകളാൽ ഭദ്രമാക്കി. ഒന്നാന്തരം ഡ്രെയിനേജ് സംവിധാനമുണ്ട്. കെനലുകൾക്ക് പുറത്ത് നായ്ക്കൾക്ക് ഓടിക്കളിക്കാനുള്ള പ്രത്യേക യാർഡുകൾ. മരത്തണലിൽ ഓരോ ജനസിനും പ്രത്യേക ട്രാക്കുകൾ. അവയെല്ലാം അതിർത്തി വേലികളാൽ ഭദ്രം. കുസൃതിയും കുറുമ്പും കുരയും കടിയുമൊക്കെ ഇവിടെ പതിവാണ്. ഇടയ്ക്കൊന്ന് കുളിക്കാൻ പുറത്തൊരു സ്വിമ്മിംഗ് പൂളും ഒരുക്കിയിരിക്കുന്നു. നായ്ക്കളെന്നാൽ വെറും കാവൽക്കാരല്ല സാജന്. നായ്ക്കളുടെ ഇളം ചൂടും കുസൃതികളും മതിയാവോളം ആസ്വദിച്ചിട്ടുണ്ട്. പരാതിയോ പരിഭവങ്ങളോ ഇല്ലാതെ കാവലും കരുതലുമായി സ്നേഹത്തിൻ്റെ ആജന്മശുദ്ധമായ അനുഗ്രഹങ്ങൾ ചൊരിയുന്നവരാണ് അവരെന്ന് സാജൻ പറയും. ജനപ്രിയ നായ് ജനുസുകളുടെ പ്രജനനവും പരിശീലനവുമൊക്കെ മനസ്സിലാക്കാൻ ഇന്ത്യൻ ആർമിയുടെ K9 സ്കൂളിൽ പഠിച്ചു. പഠിച്ചത് പ്രയോഗത്തിൽ വരുത്താൻ നല്ല നായ് ജനുസുകളെ സാജൻ ഒപ്പം കൂട്ടി. K9 കെനലിലെ ഓരോ ഓമനകളും ഒന്നിനൊന്ന് വ്യത്യസ്തരാണ്. നല്ല നായ്ക്കുട്ടികളെ നൽകാനുതകുന്ന
സ്റ്റഡ് നായ്ക്കൾ, കളിയും ചിരിയും കൗതുകവും ഉണർത്തുന്ന ടോയ് ബ്രീഡ്സ്, വിഖ്യാത വിദേശ പാരമ്പര്യത്തിൻ്റെ ആഢ്യത്വമുള്ളവർ, മികച്ച പ്രകടനക്കാർ, അങ്ങനെ പോകുന്നു ആ നിര. ചിലരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. മക്ലീൻ ആകട്ടെ ആദ്യം. നല്ല ഒന്നാന്തരം ഡോബർമാൻ. ഡോബർമാനിൽ ചീത്ത നായ്ക്കളില്ല, ചീത്ത യജമാനന്മാരേ ഉള്ളൂ എന്നൊരു പറച്ചിൽ തന്നെയുണ്ട്. ചുണയും ചൊടിയും ഇവരെ പുണർന്നു നിൽക്കും. ഒന്നിനെയും പേടിയില്ലാത്ത ധൈര്യശാലികൾ. ജർമ്മനിയിലെ നികുതി പിരിവുകാരനായ ലൂയി ഡോബർമാനാണ് ഇവരെ വികസിപ്പിച്ചത്. കുതിച്ചുപായാൻ മോഹിക്കുന്ന ഒരു മനസ്സുണ്ട്. നായ്ക്കളിലെ ഒരു കുതിര തന്നെ മക്ലീൻ. കേനൈൻ കെന്നലിലെ ജാൻ എന്ന കുതിരയോടൊപ്പം മേനി പ്രകടനത്തിൽ അവനുമുണ്ട്. കമാൻഡ് കിട്ടാത്ത താമസം ജാനിനെ പോലെ അവനും കുതിക്കും. നായ്ക്കളിൽ ഷെപ്പേർഡ് എന്നാൽ പിന്നെ ചോദ്യമില്ല, അത് ജർമ്മൻ ഷെപ്പേർഡ് തന്നെ. കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട നായ് ജനസിനെ എത്തിച്ചത് ബ്രാൻഡോ എന്ന ഓമന പേരിലാണ്. ഒബീഡിയൻ ഷോകളിലെ ചാമ്പ്യനാണിവൻ. നല്ല നായ്ക്കുട്ടികളുടെ ഉൽപ്പാദകനും. ബ്രാൻഡോയ്ക്ക് കൂട്ടായി സീസറുണ്ട്. കറുപ്പും കാട്ടുതേനിന്റെ നിറവും ചേർന്ന ഷെപ്പേർഡ് ജർമ്മനിക്കാരൻ തന്നെ. അരക്കെട്ടൊതുങ്ങി ഉയർന്ന ചെവികളും പീലികുത്തി താഴോട്ട് തൂങ്ങുന്ന വാലുമൊക്കെ ചേർന്ന് കള്ളന്മാരെ പേടിപ്പെടുത്തുന്ന രൂപം തന്നെ. യജമാനരോടൊപ്പം ഓടുമ്പോഴും തങ്ങളുടെ ജോലി അവർ മറക്കാറില്ല. കൊലപാതക മോഷണ കേസുകൾക്ക് തുമ്പുണ്ടാക്കുന്ന ട്രാക്കർ പോലീസ് നായ്ക്കൾ, കരിമരുന്ന് പിടുത്തക്കാരായ സ്നിഫർ എന്നിവരെല്ലാം ഷെപ്പേർഡ് ഗ്രൂപ്പുകാരാണ്. റോട്ട് വന്നാൽ ആരുമൊന്ന് ഞെട്ടും. റോട്ട് വീലർ ഇവിടെ സാക്ഷാൽ ജാക്കാണ്, പഞ്ചാബുകാരൻ. ലോകപ്രശസ്ത ചാമ്പ്യൻ ക്ലിഫിന്റെ സന്തതിയാണവൻ. ഒരിടിമുഴക്കമുണ്ട് നെഞ്ചിൽ. സാക്ഷാൽ പുലി തന്നെ. ഏതു മുരുകനും തോറ്റുപോകും. ജാക്കിന് കൂട്ടായി ടൈഗർ കൂടിയുണ്ട്. ട്രെയിനിംഗ് സ്കൂൾ വിദ്യാർത്ഥി സഞ്ജുവിൻ്റെ കയ്യിൽ അവർ ഒതുങ്ങി നിന്നുകൊള്ളും. കാരിരുമ്പിൻ്റെ കൈക്കരുത്തും കടിച്ചു കീറാൻ തക്ക ക്രോധവും രൗദ്രം തുളുമ്പുന്ന കണ്ണുകളും ചേർന്നാൽ ജർമ്മൻകാരൻ റോട്ടായി. ആരും പേടിക്കുമെങ്കിലും അനുസരണയുള്ള നല്ല അരുമ കൂടിയാണവർ. സ്നേഹം കൊണ്ടേ കീഴ്പ്പെടുത്താനാവൂ. മല്ലയുദ്ധം കൊണ്ട് തോൽപ്പിക്കാനാവില്ല മക്കളെ എന്നവർ വിളിച്ചു പറയും. പരിശീലന സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് റിട്രീവറിന്റെ ചുമതല. വെറും റിട്രീവറല്ല, സാക്ഷാൽ ഗോൾഡൻ തന്നെ ഇവൻ. അഴകാർന്ന സ്വർണ്ണ രോമരാജികൾ തൂവലുകളായി മേനിയിൽ പടരും. മീനുവിന്റെ കയ്യിൽ അവൻ ഭദ്രമായി ഒതുങ്ങും. പ്രകൃതിയുടെ സൗന്ദര്യം കണ്ട് നടക്കാനിറങ്ങും. ക്ഷമയ്ക്കും സൗഹൃദത്തിനും പേരുകേട്ട ഇവർ കൊതിയന്മാർ തന്നെ. ബിസ്ക്കറ്റ് ദുരമൂത്ത് മീനുവിനെ വട്ടം കറക്കാൻ ബസ്കിക്ക് മടിയില്ല. ഹീൽ വാക്കിനൊപ്പം ചെറു ഓട്ടവും പരിശീലിപ്പിക്കാൻ ഒരു ബിസ്ക്കറ്റ് തികച്ചു വേണ്ട. കൂട്ടത്തിൽ വനിതകളെ വട്ടം കറക്കുന്ന കുഞ്ഞു കാമുകന്മാരുണ്ട്. ആൾ കുഞ്ഞനെങ്കിലും ലോകമാകെ പ്രശസ്തൻ.
ചൈനീസ് ചിത്രകലകളിൽ സ്ഥാനം പിടിച്ച പഗ്ഗുകൾ ഒടുവിൽ സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ പരസ്യ അംബാസിഡറായ കഥ വേറെ. കുട്ടികൾ കുറഞ്ഞത് 3 പേരെങ്കിലും വേണം ഈ കുസൃതി കുറുമ്പിനെ നിലയ്ക്ക് നിർത്താൻ. അന്നക്കുട്ടിയും ആനറ്റും ആൽവിനുമൊക്കെ ആ ചുമതല ഏറ്റെടുക്കും. കൈബോ എന്നാണ് K9-ലെ പഗ്ഗിൻ്റെ പേര്. മേനിയേക്കാൾ വലിയ നാക്ക് നീട്ടി അവൻ ആരെയും കൊതിപ്പിക്കും. താഴെ നടക്കുന്നതൊന്നും അറിയാത്തതുപോലെ ഉയരത്തിലേക്കാണ് നോട്ടം. കാശിനായി ജനം നെട്ടോട്ടമോടുന്ന ഇക്കാലത്ത് മോഹവിലയിൽ അവൻ റിസർവ് ബാങ്കിനെ പോലും അമ്പരപ്പിക്കും. ഡാഷ് ഹണ്ട് എന്നാൽ തുരപ്പന്മാരാണ്. കുറുംകാലികളാണിവർ. മണ്ണിനടിയിൽ പോകുന്നവർ എന്നർത്ഥം വരുന്ന ഡാക് എന്ന ജർമ്മൻ വാക്കിൽ നിന്നാണ് പേര് വീണത്. ചെടികളുടെയും വള്ളിപ്പടർപ്പുകളുടെയും ഇടയിൽ പടർന്നു കയറി ചെറിയ ഇരകളെ പിടിക്കാൻ വിദഗ്ധർ. തുറന്നുവിട്ടാൽ ആ കളി കാണേണ്ടത് തന്നെ. അപരിചിതരോടാണ് ക്രൗര്യം, വീട്ടമ്മമാരോട് സ്നേഹവും. ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന പുതുമുഖങ്ങൾ എന്ന് പറയാൻ തക്കത്തിൽ 2 പേർ വന്നിറങ്ങി. ഒന്നാമൻ ടൈസനാണ്. ക്യാൻ നെ കോർസോ എന്ന ഇറ്റാലിയൻ നായ ഇനം. റോമൻ യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന ഖ്യാതിയുണ്ട്. ഉറച്ച പേശികളും ഉടൽ നീളവും പൂമൊട്ട് തോൽക്കുന്ന ചെറു ചെവികളുമുള്ള ഇവർക്ക് ശ്യാമസൗന്ദര്യമാണ്. ഇറ്റാലിയൻ മസ്റ്റിഫ് നായ്ക്കളിൽ നിന്നാണ് ഇവരെ വികസിപ്പിച്ചത്. കൂടെ കൂട്ടിയാൽ ചെലവേറും. ഇറ്റാലിയൻ പ്രിയഭക്ഷണമായ പിസ്സയൊക്കെ വല്ലപ്പോഴും വേണ്ടിവരും. അമ്മ മോളി തന്നെ അത് നൽകണമെന്ന നിർബന്ധവുമുണ്ട്. വിലയിൽ കളി വേണ്ട, യൂറോയിലാണ് കാര്യം. കുറഞ്ഞത് 3000 യൂറോയെങ്കിലും വേണം. 2 ലക്ഷം രൂപ എന്ന് സാരം. രണ്ടാമനായി എത്തിയത് ബോർബോളാണ്. തെക്കേ ആഫ്രിക്കൻ മസ്റ്റിഫ് നായ്ക്കളിൽ നിന്നാണ് ഇവൻ വന്നത്. ഡ്രാക്കൻസ്ബർഗ് പർവ്വതത്തിൽ പിറക്കുന്ന ഓറഞ്ച് നദീതീരത്താണ് ജനനം. 1000 കാമനകൾ മിന്നിമറയുന്ന കണ്ണുകളുമായി നിൽക്കുന്ന യൗവനയുക്തനാണ് ബ്രൂണ എന്ന് പേരിട്ട ഇവൻ. ഭാര്യ ജെസ്സിക്കാണ് ബോർബോളിന്റെ ചുമതല. പ്രണയവസന്തങ്ങളുടെ രാജകുമാരനായ ബോർബോൾ സൗന്ദര്യത്തിൽ ആരെയും വെല്ലും. ചെമ്പൻ തവിടിന്റെ മേനിയും തളർന്ന ചെവികളുമുള്ള ഈ ഗന്ധർവൻ നായ്ക്കൂടാരത്തിലെ നക്ഷത്രം തന്നെ. എന്നുവെച്ച് പുറത്ത് തലോടുന്നത് ആരായാലും ഇണങ്ങുന്നവനല്ല. ജെസ്സിയുടെ വിരലോട്ടം ഇഷ്ടമാണ് താനും. നായ്ക്കൾ ഏറെയുണ്ടെങ്കിലും സാജന്റെ പ്രിയപ്പെട്ട നായ്ക്കൾ വരുന്നതേ ഉള്ളൂ. ടെന്നും ഐപിയും. 2 പേരും ലോകപ്രശസ്തരായ ജർമ്മൻ മെലനോയിസ് നായ്ക്കൾ. സാക്ഷാൽ ഒബാമയുടെ ഗാർഡ് നായ്ക്കൾ. അമേരിക്കൻ പോലീസിലെ വിദഗ്ധർ. ഒസാമ ബിൻ ലാദനെ പിടിക്കാൻ പോലീസിനെ സഹായിച്ചവർ. അനുസരണയുടെ ആഢ്യത്വവും ആക്രമണത്തിന്റെ വീറുമുള്ളവർ. കനത്ത ജാഗ്രതയും അമ്ലതീഷ്ണമായ നോട്ടവും ആരിലും ഒരു ഭയം ജനിപ്പിക്കും. ഐക്യനാട് വിട്ട് റബ്ബർ നാട്ടിൽ വരുമ്പോഴും സായിപ്പിന്റെ നായ്ക്കൾക്ക് പരിഭവമില്ല. ന്യൂയോർക്കിലോ ഷിക്കാഗോയിലോ അല്ല, മേവിഡയിലെ നാട്ടുവഴികളിലാണ് തങ്ങളെന്ന് അവർക്കറിയാം.
കേനൈൻ കെന്നലിൽ കാര്യങ്ങൾക്കെല്ലാം ഒരു ചിട്ടവട്ടമുണ്ട്. മികച്ച സ്റ്റഡ് നായ്ക്കളുടെ പ്രജനനം തന്നെ മുഖ്യം. നല്ല നായ്ക്കുട്ടികൾക്ക് പ്രത്യേകം പരിചരണമുണ്ട്. മുളയിലേ അറിയാം മുളക്കരുത്ത്. നായ്ക്കുട്ടികൾ മികച്ച നായ്ക്കളാകണമെങ്കിൽ ഭക്ഷണകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. അമ്മ മോളിക്കാണ് ചുമതല. പുഴുങ്ങിയ ക്യാരറ്റ്, മുട്ട പുഴുങ്ങിയത്, പയർ പുഴുക്ക്, കടല പുഴുങ്ങിയത്, സ്പെഷ്യൽ ഡോഗ് ഫുഡ്, നവധാന്യ കുറുക്ക് എന്നിവയാണ് ആഹാര ചേരുവകൾ. അവ നന്നായി പാലിൽ കുതിർത്ത് നായ്ക്കുട്ടികൾക്ക് തരാതരം പോലെ നൽകും. കൈവെള്ളയിൽ തീറ്റ നുണഞ്ഞിറക്കുന്ന ഇവർ ക്രമേണ പാത്രത്തിലേക്ക് മാറാൻ അധികം സമയം വേണ്ട. ഒടുവിൽ സ്പൂണിൽ ഐസ്ക്രീം കൂടി നുണഞ്ഞേ അവർ കയ്യിൽ നിന്നിറങ്ങും. മൃഷ്ടാന്നം ഭോജിക്കുന്ന സുന്ദര കുടുക്കുകളെ നോക്കി കുഞ്ഞു വാവമാർ അസൂയ പൂണ്ടിരിക്കും. മേനി മിനുങ്ങിയിരുന്നാലേ സുന്ദരന്മാരും സുന്ദരികളുമാകൂ. ആഴ്ചയിലൊരിക്കൽ ഒരു ഷവർ ബാത്തുണ്ട്. മരങ്ങളിൽ കെട്ടിയുയർത്തിയ ഷവറിൽ കുളിർ മഴ പെയ്യുമ്പോൾ അവർ തണുപ്പ് നന്നായി ആസ്വദിക്കും. ഷാംപൂവിൻ്റെ പത കൂടി ചേർന്നാൽ പൊട്ടും പൊടിയുമൊക്കെ പമ്പ കിടക്കും. ട്രെയിനിങ് സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് അതിൻ്റെയൊക്കെ ചുമതല. കൊടും വെയിലിൽ കറുത്ത മേനിയുള്ളവർക്ക് ഒരു സുഖചികിത്സയുണ്ട്. തണുത്ത ബിയർ. ബിയറിൻ്റെ സ്പ്രേയിൽ തീരുന്നതേയുള്ളൂ സൂര്യൻ്റെ ചെങ്കനൽ. സാജൻ തന്നെ അതിന് നേതൃത്വം നൽകും. നായ്ക്കൾ ആ ശീതളിമ നന്നായി ആസ്വദിക്കും. ബെവ്കോയുടെ ക്യൂവിൽ നിൽക്കാതെ അല്പം ബിയർ നുണയാനും അവർക്ക് ഹരം. നല്ല നായ്ക്കൾക്ക് അനുസരണ ഒരു ശീലമാക്കാം. അറിഞ്ഞതിൽ പാതി പറയാതെയും പറഞ്ഞതിൽ പാതി പതിരായും പോകുമ്പോൾ നഷ്ടമാകുന്നത് അനുസരണയുടെ ആദ്യ പാഠങ്ങളാണെന്ന് സാജൻ അറിയാം. കേനൈൻ ട്രെയിനിങ് സ്കൂൾ ആരംഭിച്ചതും അതിനാണ്. അതിരാവിലെയാണ് സ്കൂളിൽ മണിയടിക്കുന്നത്. ജാൻ കുതിരയുടെ കുളമ്പടിയൊച്ചയിൽ മാസ്റ്റർ ട്രെയിനർ കൂടിയായ സാജൻ വന്നിറങ്ങും. പുൽമെത്തയിൽ ഒരു ട്രോട്ടിംഗ് സവാരി കഴിയുന്നതോടെ നായ്ക്കൾ ഉണർന്നു കഴിയും. പരിശീലനം തുടങ്ങുകയായി. മക്ലീൻ വളയത്തിൽ കൂടി ചാടാൻ മിടുക്കൻ തന്നെ. നീട്ടിപ്പിടിക്കുന്ന ചുവന്ന വളയത്തിലൂടെ ഒരാകാശ നൗക പോലെ അവൻ ഒഴുകിപ്പായും. മക്ലീനെ പിന്നിലാക്കാൻ ടെന്നും ഐപിയും ഉണ്ട്. ഇതൊന്ന് കാണുക. ഗോ ബാക്ക് എന്ന കമാൻഡാണ്. ഈ നടത്തം നോക്കുക. ഒരാൾ പൊക്കത്തിൽ എഴുന്നേറ്റ് നിന്ന് കൈകൾ സമാന്തരമാക്കി മെലനോയ്സ്. കാണുന്നവരെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കും. തീർന്നില്ല. വിരലൊന്ന് ഞൊടിച്ചാൽ, ആജ്ഞ കേട്ടാൽ ഞൊടിയിട നേരം മതി. ഇതാ ഇങ്ങനെ പോകും. സാജന്റെ പ്രിയതമയായി സവാരി ചെയ്യുമ്പോൾ IP അനൽപഗമക്കാരിയാകും. തോട്ടത്തിൽ സാജനോടൊപ്പം ഓടുമ്പോൾ ഒരു ചെറു കമാൻഡ്, സ്റ്റോപ്പ്. സാജൻ ഓട്ടം തുടർന്നാലും അവർ ഇഞ്ചോടിഞ്ച് അനങ്ങില്ല. അടുത്ത കമാൻഡിലെ പിന്നെ ചലിക്കൂ. നെഞ്ചിടിപ്പോടെയെ ഇത് നോക്കി നിൽക്കാൻ പറ്റൂ. കടിച്ചുകുടയുന്ന ക്രോധവുമായി നിൽക്കുന്നവൻ.
എതിരാളിയുമായുള്ള യുദ്ധത്തിൽ ആകാശത്തിലേക്ക് ഉയർന്നാലും ആ കടി വിടില്ല. മണിക്കൂറുകളോളം കറങ്ങിയാലും മനുഷ്യൻ കുഴയുന്നതല്ലാതെ മലനോയ്സ് കുലുങ്ങില്ല. K9 ഡോഗ് ട്രെയിനിംഗ് സ്കൂളും സാജനും ഇന്ന് നായ് പ്രേമികളുടെ ഹരമാണ്. കുതിച്ചുയരുന്ന ആവേശങ്ങളോടൊപ്പം ഈ ചെറുപ്പക്കാരൻ പോകുന്നില്ല. കീഴടക്കാനുള്ള ലോകം ഇനിയും മുന്നിലുണ്ട്. പകലന്ത്യോളമുള്ള അധ്വാനവും ആത്മസമർപ്പണവും ക്ഷമയും ഒക്കെ വേണം. കമ്പാനിയൻ വേൾഡ് എന്ന മറ്റൊരു ലോകം ഈ ലോകത്തുണ്ട്. സാജൻ മനസ്സ് തുറന്നു. സാജനിപ്പോൾ 39 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരുപക്ഷെ ഛായാഗ്രഹ രംഗത്ത് നിൽക്കുന്നു. വലിയ വർണ്ണപ്പൊലിമയുള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ അവിടെ നിന്നും വളരെ പെട്ടെന്ന് വേറൊരു മാർഗത്തിലേക്ക് വരുവാണ്, അതായത് അരുമകളുടെ ഒരു ലോകത്ത് വരുവാണ്. എന്ത് തോന്നുന്നു? ഇതെന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇവരുടെ കൂടെ കൂട്ടുകൂടി ഇവരെ ട്രെയിൻ ചെയ്ത് ഇവരുടെ ഒരു ലോകത്ത് നിൽക്കുമ്പോൾ വളരെ വളരെ ഒരു ആനന്ദപരമായ ഒരു ജീവിതം. ഇപ്പോൾ ഒരുപക്ഷെ സാജൻ്റെ ആരാധകരുൾപ്പെടെ പലരും നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമുണ്ട്, അതായത് നല്ല നായ്ക്കുട്ടിയെ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളത്. ഒരു നല്ല നായ്ക്കുട്ടിയെ അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ നോക്കി എങ്ങനെ തിരഞ്ഞെടുക്കാം? നല്ല നായ്ക്കുട്ടികൾ എപ്പോഴും നമുക്ക് കിട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ്. എന്നുവെച്ചാൽ പിന്നെ നമുക്ക് കുറച്ച് ശ്രദ്ധിക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നായ്ക്കുട്ടികളെ തിരഞ്ഞെടുക്കാൻ. നല്ല കുറേ കുഞ്ഞുങ്ങളുള്ളപ്പോൾ ചുറുചുറുക്കോടെ ഓടി നടക്കുന്ന കുഞ്ഞുങ്ങൾ, നമ്മുടെ അടുത്തോട്ട് അറ്റാച്ച്മെൻ്റായിട്ട് നമ്മുടെ അടുത്തോട്ട് വരുന്ന കുഞ്ഞുങ്ങൾ, പിന്നെ ആരോഗ്യപരമായിട്ട് വായിൽ പിങ്ക് നിറം, നല്ല ഹെയർ, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് എടുക്കാം. പൊതുവായിട്ടുള്ളൊരു തെറ്റായ ധാരണയുണ്ട്, കാണുന്നതിൽ മുഴുത്ത കുഞ്ഞിനെ എടുക്കും. പക്ഷേ ഞങ്ങളുടെ ഒരു ഇത് വെച്ച് നോക്കിയിട്ട് വലിയ കുഞ്ഞും ചെറിയ കുഞ്ഞും തമ്മിൽ വളർന്നു വരുമ്പോൾ ചെറിയ കുഞ്ഞൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വലുതൊക്കെ ആയി വരുന്നത്. അപ്പോൾ കൂടുതൽ നമ്മൾ ഊർജ്ജസ്വലരായ കുഞ്ഞുങ്ങളെ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പം നമ്മളിവിടെ വരുമ്പോൾ കാണുന്നത് വലിയ ഒരു നായ്ക്കൂട്ടം, അതെല്ലാം തന്നെ പ്രശസ്തമായ രാജ്യങ്ങളിലെ ജനുസുകൾ, ഒരുപക്ഷെ വലിയ രാജ്യങ്ങളിലെ ചാമ്പ്യന്മാരായ നായ്ക്കളുടെ സന്തതി പരമ്പര. അപ്പോൾ ഇതിനെയൊക്കെ ശേഖരിക്കുവാൻ വേണ്ടി സാധനം വലിയൊരു പ്രയത്നം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് വിശദീകരിക്കാം. ആദ്യമൊക്കെ നമ്മൾ ശരിക്കും ഇതിനെക്കുറിച്ചൊന്നും കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ പലരുമായുള്ള ബന്ധങ്ങളായി ഗസറ്റൊക്കെ വരുത്തുന്നത് കൊണ്ട് അതിൻ്റെ അകത്തുനിന്നൊക്കെ കൂടുതൽ ജെന്യൂനായിട്ടുള്ള ബ്രീഡുകളെ ആൾക്കാർ മേടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നോക്കിയിട്ട് നമ്മളത് എടുക്കുകയാണ് ചെയ്യുന്നത് പല സ്ഥലത്തുനിന്നായിട്ട്. ഇപ്പോൾ നല്ല നായ്ക്കൾ, അതും പ്രശസ്തരായ നായ്ക്കൾ, വിവിധ ജനുസുകൾ, ഇവയൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഒരു ദശാബ്ദക്കാലത്തോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാജൻ്റെ ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുന്ന ചില നായ്ക്കൾ, മനസ്സുകൊണ്ട് കൂടുതൽ ഇഷ്ടപ്പെട്ട അങ്ങനെയുള്ള നായ് ജനുസ് ഏതാണ്? പല ജനുസുകളാണ് എനിക്കിഷ്ടമുള്ളത്. ഉദാഹരണത്തിന് ഡോബർമാൻ, ജർമ്മൻ ഷെപ്പേർഡ്, മലിനോയ്സ്. പിന്നെ ഞാൻ എപ്പോഴും ആൾക്കാരോട് കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ജർമ്മൻ ഷെപ്പേർഡ് ആയിരിക്കും. അതെന്ന് വെച്ചാൽ കൂടുതലായിട്ടും അതായത് നമുക്ക് എങ്ങനെ വേണേൽ വളർത്താം എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഒരു അഗ്രസീവായിട്ട് വളർത്തണം എന്നുള്ളവർക്ക് അവന് അഗ്രസീവായിരിക്കും. അതായത് നമുക്കിപ്പോൾ ഇച്ചിരി ക്യൂട്ടായിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ ഇണങ്ങി വളരണമെന്നുണ്ടെങ്കിൽ അവർ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കുറച്ചൊക്കെ നോക്കിയും കണ്ടും വളരുന്നത് ജർമ്മൻ ഷെപ്പേർഡ്. ഡോർമാൻ നല്ല ബ്രീഡാണ്, പക്ഷേ കുറച്ച് തിടുക്കവും കാര്യങ്ങളും വെപ്രാളങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇതാണ്. പിന്നെ ഇതിലുമൊക്കെ നല്ലതായിട്ടൊരു ബ്രീഡുണ്ട്, മലിനോയ് ഷെപ്പേർഡ് എന്ന് പറഞ്ഞൊരു ബ്രീഡ്. അത് പക്ഷേ ഇപ്പോൾ ഇച്ചിരി കോസ്റ്റ്ലിയാണ്, അതുകൊണ്ട് സാധാരണക്കാർക്ക് അങ്ങ് പിടിക്കാൻ പറ്റില്ല. അത് ഒരു എക്സലൻ്റ് ആയിട്ടുള്ളൊരു ബ്രീഡാണ്. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഈ രംഗത്തേക്ക് മറ്റൊരു ജോലിക്കും പോകാതെ ഈ രംഗത്ത് വന്നാൽ അയാൾക്ക് സ്വയാർജിതമായ ഒരു വരുമാനമുണ്ട്. തീർച്ചയായും ഇത് ഒരു നല്ലൊരു വരുമാനമുള്ളതാണ്. അതിപ്പം ഒരു ഡോഗിനെ ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ബ്രീഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ബ്രീഡിങ്ങിനെക്കാട്ടിലും ഇച്ചിരി കൂടി നല്ലത് ട്രെയിനിങ് ഒക്കെ ആയിരിക്കും. ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കുഞ്ഞുങ്ങളുണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതാകുമ്പോഴത്തേനും നമുക്ക് നിശ്ചിതമായ ഒരു വരുമാനം എപ്പോഴും കാണും. സാധാരണ ഒരു സ്വപ്നം ഉണ്ടായി ഇവരുടെ വേൾഡ് തലത്തിൽ നടക്കുന്നൊരു മത്സരമുണ്ട്, IPO എന്ന് പറഞ്ഞ്. ആ മത്സരത്തിൽ ഡോഗിനെ ഒന്ന് പങ്കെടുപ്പിക്കണം, അതിൻ്റെ അകത്ത് പറ്റിയാൽ വിജയിക്കണം. എവിടെ ആയിരിക്കും മത്സര സംഘം? അത് ജർമ്മനി, അങ്ങനെ അമേരിക്ക, അങ്ങനെ ഉള്ള ഓരോ ഓരോ ഇതിൽ നമ്മുടെ ഒളിമ്പിക്സ് പോലെയുള്ള ഒരു നായ്ക്കളുടെ ഒരു മത്സരം. എന്തായാലും ഹിറ്റ്ലറുടെ രാജ്യത്ത് പോയി മറ്റൊരു ഹിറ്റ്ലറാവാൻ തങ്ങൾ കഴിയട്ടെ. താങ്ക് യു. പിറക്കുന്ന ഓരോ നായ്ക്കുട്ടിയും വരാൻ പോകുന്ന തൻ്റെ യജമാനായി മഹാത്ഭുതത്തിൻ്റെ ഒരു ചിന്ത് ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ടാവാം. കുസൃതികളിൽ പൊതിഞ്ഞ ആ രഹസ്യം കണ്ടെത്താൻ ഈ ചെറുപ്പക്കാരൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കലർപ്പില്ലാത്ത സ്നേഹത്തിൻ്റെ ഇരച്ചു കയറുന്ന മനോശിഖരങ്ങൾ അതിന് കൂട്ടാകും.
സാജനുമായി സംസാരിക്കാം. സാജൻ സജി സിറിയാക്, പൂത്തോട്ടത്തിൽ, മേവിട, പാല. ഫോൺ 9961311097.